ഹായ്, വെൽക്കം ടു CC പ്ലസ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ജിയോഗ്രഫിയിലേക്ക് പോകാം. ജിയോഗ്രഫി എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ടൂറൊക്കെ പോകാൻ ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും കൂടുതൽ നമ്മുടെ നേച്ചറിനെ കാണാനൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. ആനിമൽസിനെയും ട്രീസിനെയും പ്ലാന്റ്സിനെയും ഫ്ലവേഴ്സിനെയും ഒക്കെ കാണാൻ ഇഷ്ടമില്ലേ? അപ്പോൾ നമ്മുടെ എർത്തിനെയും എർത്ത് സ്ട്രക്ചറിനെയും ഒക്കെ പഠിക്കുന്ന സബ്ജക്റ്റാണ് ജിയോഗ്രഫി. അപ്പോൾ ജിയോഗ്രഫിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫിസിയോഗ്രാഫി ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയുടെ സ്ട്രക്ചർ എങ്ങനെ കിടക്കുന്നു, ഓരോ ഭാഗത്ത് എന്തൊക്കെയുണ്ട്, ഡെസേർട്ട് ഉണ്ടോ, അതോ ഹിമാലയ എവിടെയാണ്, കുന്നാണോ അതോ പ്ലെയിൻസ് ആണോ, എന്താ അങ്ങനെയൊക്കെ അറിയാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കൂലേ, നമുക്ക് ഇഷ്ടം കാണൂലേ നമ്മുടെ ഓരോ ഭാഗത്ത്, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെ ഓരോ പോർഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. അപ്പോൾ നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ അറിയണ്ടേ? ഇപ്പം നിങ്ങൾ കേരളയിലാണെങ്കിൽ വയനാടൊക്കെ ടൂർ പോകാൻ ഇഷ്ടമല്ലേ? വയനാട് ദുരന്തം നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു സംഭവമാണല്ലേ? പക്ഷേ വയനാട്ടിലേക്കൊക്കെ നമ്മൾ ഒരുപാട് ടൂർ പോകുന്നവരൊക്കെയാണ്. അപ്പോൾ അവിടുത്തെയൊക്കെ ക്ലൈമറ്റ്, അതേപോലെ തന്നെ പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ കാണാൻ നമുക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തെയും കുറിച്ച് നമുക്കറിയണം. നമ്മുടെ ഇന്ത്യയെ അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ജിയോഗ്രഫിയൊക്കെ പഠിക്കാം. അപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗാട്ട്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജിയോഗ്രഫിയിലെ വെസ്റ്റേൺ ഗാട്ട്സും ഈസ്റ്റേൺ ഗാട്ട്സും. നമ്മുടെ കേരളമൊക്കെ പെടുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഗാർഡ്. നമ്മൾ പറഞ്ഞ എന്താ പറയുക, ടൂർ പോകുന്ന വയനാടും അതേപോലെ തന്നെ ഇടുക്കിയൊക്കെ ഏതിൽ പെടും? നമ്മുടെ വെസ്റ്റേൺ ഗാട്ടിൽ പെടും അല്ലേ? ഇത് കാണുമ്പം തന്നെ നമുക്ക് കണ്ണിനൊരു കുളിർമയില്ലേ? അവിടെ എത്തുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? അപ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ എത്ര സ്റ്റേറ്റ്സിലാണ്? ഇതൊക്കെ ജിയോഗ്രഫിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. UPSCD ആയാലും PSCD ആയാലും ഇനി നമ്മൾ നമ്മുടെ സ്കൂളിലെ ക്യൂസസിലല്ലേ, ക്യൂസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വെസ്റ്റേൺ ഗാട്ട് എന്താണ്, അവിടെ എന്തൊക്കെയാണ് പ്രത്യേകത, ഇനി എത്ര സ്റ്റേറ്റിലായിട്ടാണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്ട് കിടക്കുന്നതെന്ന്. അങ്ങ് മുകളിൽ നമ്മുടെ ഗാന്ധിജിയുടെ നാടായ ഗുജറാത്ത് മുതൽ നമ്മുടെ തമിഴ്നാട് വരെ കിടക്കുന്ന സ്ഥലമാണ് ഏത്? നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സ്. വെസ്റ്റേൺ ഗാട്ട് 6 സ്റ്റേറ്റ്സിലായിട്ട് കിടക്കുന്നു അല്ലേ? നിങ്ങൾ ഈ മാപ്പിൽ കാണുന്നില്ലേ 6 സ്റ്റേറ്റ്സ്? ഏതൊക്കെയാണ് 6 സ്റ്റേറ്റ്സ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. നമ്മുടെ കേരളയിലും ഉണ്ട്, പിന്നെ നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ പരന്ന് കിടക്കുന്ന ഇതാണ് എന്ത്? വെസ്റ്റേൺ ഗാട്ട്സ്. നിങ്ങൾ ഈ പിക്ചറിൽ കാണും. ഇതുണ്ടോ ഈ പിങ്ക് കളറിൽ ഗുജറാത്തിൻ്റെ അവിടെ മുതൽ താഴെ തമിഴ്നാട് വരെ ഈ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് വെസ്റ്റേൺ ഗാട്ട്സ്. വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെസ്റ്റേൺ കോസ്റ്റ് അറിയാമല്ലേ? അറേബ്യൻ സീയുടെ കോസ്റ്റാണ്, കോസ്റ്റൽ സൈഡാണ് വെസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ആ വെസ്റ്റേൺ കോസ്റ്റിന് പാരലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് വെസ്റ്റേൺ ഗാട്ട്സ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാം എവിടെ ഒരു എന്താ പറയുക കട്ടിങ് ഇല്ല അല്ലേ? എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് പോർഷനാണ് ഏത്? വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത്. ഒരുപാട് റിവേഴ്സ്, വലിയ വലിയ ഒരുപാട് റിവേഴ്സ് ഇതിലൂടെ ഒഴുകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി പഠിക്കും ഈസ്റ്റേൺ ഗാട്ട്സ് എന്താണെന്ന് പഠിക്കും. ആ ഈസ്റ്റേൺ ഗാട്ട്സിനേക്കാളും കുറച്ച് നാരോവറാണ്. നാരോവർ എന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ട് കുറവാണ്. ഏറ്റവും എന്താ പറയുക ബ്രോഡറായിട്ട് കാണുന്ന ഈ സൈഡല്ലേ? ഈസ്റ്റേൺ ഗാട്ട്സ് ആണ് കുറച്ചും കൂടെ ബ്രോഡർ. അതിനേക്കാളും നാരോ ആയിട്ടാണ് ഇത് വെസ്റ്റേൺ ഗാട്ട്സ് കിടക്കുന്നത്. പിന്നെ അങ്ങനെ മൂടിയാണെന്ത്? ഹയസ്റ്റ് പീക്ക് ഇൻ വെസ്റ്റേൺ ഗാട്ട്സ്. എത്ര ഹൈറ്റ് ഉണ്ടെന്നറിയോ? 2685 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആനമുടിയുടെ ഹൈറ്റ്. ഇപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സ് നിങ്ങൾ മുമ്പ് ഒരുപാട് ചർച്ച വന്നതാണ് കസ്തൂരിരംഗ റിപ്പോർട്ടൊക്കെ. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗ റിപ്പോർട്ട്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിന് വെസ്റ്റേൺ ഗാട്ടിനെ സേഫായിട്ട് വെക്കണം, അവിടെ ഒരുപാട് കൺസ്ട്രക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം വയനാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് കാണുന്നില്ലേ? വയനാട് പോലെ നമ്മൾ മുമ്പ് വെള്ളപ്പൊക്കമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിനെ വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെയുള്ള ഡിസാസ്റ്റേഴ്സൊക്കെ വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഗാട്ട്സ് എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ബേസിക് ഐഡിയ, നമ്മൾ കുട്ടികളായതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ ഒരു ലെവലിൽ ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ എത്ര സ്റ്റേറ്റിലാണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്ട് ഉള്ളത്? 6 സ്റ്റേറ്റ്സിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആൻഡ് നമ്മുടെ കേരള, ദെൻ തമിഴ്നാട്. ഇനി ഈസ്റ്റേൺ ഗാട്ട്സ് നോക്കാം അല്ലേ? ഈസ്റ്റേൺ ഗാട്ട്സും വെസ്റ്റേൺ ഗാട്ട്സും ഏകദേശം സെയിം ആണ്. ഒരുപാട് ഫോറസ്റ്റ് ആനിമൽസ് ഒക്കെ ഉള്ള ആ ഒരു പ്ലേസ് ആണ് അല്ലേ? കുറച്ച് എന്താ പറയുക കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ, നമ്മൾ ടൂർ പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് ഏത്? വെസ്റ്റേൺ ഗാട്ടും ഈസ്റ്റേൺ ഗാട്ടും. അപ്പോൾ വെസ്റ്റേൺ ഗാട്ടിലെ പോലെ തന്നെ ഈസ്റ്റേൺ ഗാട്ട്
എത്ര സ്റ്റേറ്റിലാണെന്നറിയോ? 4 സ്റ്റേറ്റിൽ, 4 സ്റ്റേറ്റിലായിട്ടാണ് ഈസ്റ്റേൺ ഘാട്ട് കിടക്കുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റിന് പാരലായിട്ടാണെങ്കിൽ ഈസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ്റ്റേൺ കോസ്റ്റിന് പാരലായിട്ട് കിടക്കുന്ന പ്രദേശത്തെയാണ് എന്താ പറയുക? ഈസ്റ്റേൺ ഘാട്ട് എന്ന് പറയുക. അപ്പോൾ ഈസ്റ്റേൺ ഘാട്ട് 4 സ്റ്റേറ്റിലായിട്ടാണ്. ഒഡീഷ, ദെൻ തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു. എത്ര സ്റ്റേറ്റിലാണ്? 4 സ്റ്റേറ്റിൽ. അവിടെ വെസ്റ്റേൺ ഘാട്ട് 6 സ്റ്റേറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈസ്റ്റേൺ ഘാട്ട് 4 സ്റ്റേറ്റിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഘാട്ടും ഈസ്റ്റേൺ ഘാട്ടും ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? യെസ്, ദാറ്റ് ഈസ് നമ്മുടെ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഇവിടെ നിന്ന് വരുന്ന ഇങ്ങനെ വന്ന് വെസ്റ്റേൺ ഘാട്ടും ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈസ്റ്റിൽ നിന്ന് വന്നത് ഈസ്റ്റേൺ ഘാട്ടും ഉണ്ട്. അപ്പോൾ ഈസ്റ്റേൺ ഘാട്ടും വെസ്റ്റേൺ ഘാട്ടും രണ്ടും ഉള്ള സ്റ്റേറ്റാണ് തമിഴ്നാട്. കാണുന്നില്ലേ പിക്ചറിൽ? ഇതാ ഈ കളറിലായിട്ട് കിടക്കുന്ന ഈ സ്റ്റേറ്റ്സ് ആണ് അല്ലേ ഏറ്റവും കൂടുതൽ അല്ലേ? 40% ഈസ്റ്റേൺ ഘാട്ടും കിടക്കുന്ന എവിടെയാണ്? ആന്ധ്രയിലാണ് അല്ലേ? ആന്ധ്രാപ്രദേശിലാണ് ഈസ്റ്റേൺ ഘാട്ടിൻ്റെ കൂടുതൽ സ്ഥലങ്ങളും കിടക്കുന്നത്. പിന്നെ 25 എവിടെയുണ്ട്? ഒഡീഷയിലും നമ്മുടെ തമിഴ്നാടുവിലും എന്തുണ്ട്? 25% ഉണ്ട്. ദെൻ ആന്ധ്രാപ്രദേശ്. ഓക്കെ. പിന്നെ കർണാടക വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഭാഗമാണ്, പക്ഷെ ചെറിയ തോതിൽ എവിടെ വരും? അവിടെ വരും. ഓക്കെ. വെസ്റ്റേൺ ഘാട്ട് പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റേൺ ഘാട്ടിൻ്റെ പ്രത്യേകതകൾ എന്താ നമ്മൾ പറഞ്ഞു? പാരലായിട്ടായിരിക്കും. ഏതിന്? ഈസ്റ്റ് കോസ്റ്റിന് പാരലായിട്ടായിരിക്കും. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് കണ്ടിന്യൂസ് ആണ്, എവിടെയും കട്ട് ചെയ്യുന്നില്ല. പക്ഷേ വെസ്റ്റേൺ ഘാട്ട് എന്താണെന്നറിയോ? കട്ട് ചെയ്ത് പോകുന്ന ഓരോ മലകളായിരിക്കുമല്ലോ, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന പോർഷനാണ്. കണ്ടിന്യൂസ് അല്ല. ഈ വെസ്റ്റേൺ ഘാട്ട് പോലെ ഈസ്റ്റേൺ ഘാട്ട് കണ്ടിന്യൂസ് അല്ല. ദെൻ എന്താ പറയുക? ബിഗ് റിവേഴ്സ് ഒന്നും ഇല്ല, പക്ഷേ റിവേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ബിഗ് റിവേഴ്സ് ഒന്നും ഇതിലൂടെ വരുന്നില്ല, ഈസ്റ്റേൺ ഘാട്ടിലൂടെ വരുന്നില്ല. പിന്നെ ഈ വെസ്റ്റേൺ ഘാട്ടിനേക്കാളും ബ്രോഡറാണ് ഈസ്റ്റേൺ ഘാട്ട്. ആനമുടി വെസ്റ്റേൺ ഘാട്ടിലെ ഹയസ്റ്റ് പീക്ക് ആയതുപോലെ ദോഡാബേട്ടയാണ് ഇവിടുത്തെ ഈസ്റ്റേൺ ഘാട്ടിലെ ഹയസ്റ്റ് പീക്ക് ഇൻ ഈസ്റ്റേൺ ഘാട്ട് ഈസ് ദോഡാബേട്ട. എത്ര മീറ്റേഴ്സ് ഉണ്ട്? 2637 മീറ്റേഴ്സ് ആണ് ഹയസ്റ്റ് പീക്കായ ദോഡാബേട്ടയുടെ ഹൈറ്റ്. ഓക്കെ. അപ്പോൾ വെസ്റ്റേൺ ഘാട്ടും ഈസ്റ്റേൺ ഘാട്ടും എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. നോക്കിക്കേ, ഇതാണ് ഫിസിയോഗ്രാഫിയിൽ കിടക്കുന്നത് അല്ലേ? ഹിമാലയാസ് ഉണ്ട്. ഹിമാലയാസിനെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. ഹിമാലയ കിടക്കുന്നുണ്ട്, ആരവല്ലി റേഞ്ച്, വിന്ധ്യ, സത്പുര, അതേപോലെ ഗാരോ ഖാസി ഹിൽസ്. പിന്നെ ഇവിടെയൊക്കെ ഡെസേർട്ടൊക്കെ വരും, ഡെസേർട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഐലൻഡ്സ് വരും. കാണുന്നില്ലേ? ലക്ഷദ്വീപ് ഐലൻഡ് ഉണ്ട്, ഇവിടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ വെസ്റ്റേൺ ഘാട്ട് ഇതാ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു, ഈസ്റ്റേൺ ഘാട്ട് ഇതാണ് ഇവിടെ കിടക്കുന്നു. അപ്പോൾ വെസ്റ്റേൺ ഘാട്ടും ഈസ്റ്റേൺ ഘാട്ടും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്, ഇനി ഈസ്റ്റേൺ ഘാട്ട് എന്താണ്, അവിടെ എന്തൊക്കെ പ്ലാന്റ്സ് ഒക്കെ കാണാം, ആനിമൽസ് ഒക്കെ കാണുന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാവേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം. നമ്മൾ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വെച്ചിട്ട് നമ്മൾ പുതിയ ടോപ്പിക് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്കും നമ്മുടെ ഡിസ്കഷനിൽ പാർട്ടാവാവുന്നതാണ്. ഓക്കെ. അപ്പോൾ സിവിൽ സർവീസ് പരിശീലനം തുടങ്ങാൻ എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ CC+ൻ്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഗ്രഹമുള്ള എല്ലാവർക്കും CC+നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 4th സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെയാണ് നമ്മൾ കോഴ്സ് നടത്തുന്നത്. 2 സെക്ഷനായിട്ട് 4th to 7th, അതേപോലെ തന്നെ 8th to 10th 2 സെക്ഷനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സി യു.